അപ്പോൾ ഇന്നലത്തെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നിടാൻ പോകുന്നത്. അപ്പം എൻ്റെ വീടെന്ന് പറയുമ്പം മയ്യനാട് താന്നി എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിൽ മയ്യനാട് താന്നി പള്ളിയിലെ അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ വീട്. എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടും. അമ്മയുടെ സഹോദരങ്ങളാണെങ്കിലും അച്ഛൻ്റെ സഹോദരങ്ങളാണെങ്കിലും എല്ലാവരും ഞങ്ങൾ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഞങ്ങൾ ഒത്തുകൂടും. അപ്പോൾ അമ്മയെന്ന് പറയുന്നത് അച്ഛനെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞാൽ സ്വന്തം അപ്പച്ചിയുടെ മകനെ തന്നെയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അച്ഛൻ്റെ ആളുകളായിട്ടും അമ്മയുടെ ആളുകളായിട്ടും എല്ലാവരോട്ടും ഭയങ്കര കൂട്ടാണ്. എല്ലാവരും ഞങ്ങൾ സ്വന്തക്കാരല്ലേ. അതുപോലെ തന്നെ ക്രിസ്മസ് ആകുമ്പോൾ അവിടെ നിന്ന് കുഞ്ഞമ്മയുടെ മക്കളാണെങ്കിലും അമ്മയുടെ കൊച്ചച്ഛൻ്റെ മക്കളാണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും അപ്പോൾ ഈ കൊച്ചുമക്കൾ എല്ലാവരും കൂടെ ഈ പിള്ളേർ സെറ്റ് എല്ലാവരും 2 ദിവസത്തിന് മുന്നേ തന്നെ ക്രിസ്മസ് 2 ദിവസത്തിന് മുന്നേ തന്നെ വീട്ടിൽ നിൽക്കാൻ വരും. എല്ലാവരും നല്ല ഓളം. അപ്പോൾ ക്രിസ്മസൊക്കെ അടിച്ചു പൊളിച്ചിട്ടാണ് എല്ലാവരും തിരിച്ചു പോകുന്നത്. അപ്പോൾ അമ്മയുടെ വക എല്ലാ തവണയും നല്ല ഫ്രൈഡ് റൈസും ഇങ്ങനെ വിശേഷങ്ങൾ വരുമ്പോൾ അമ്മ നന്നായിട്ട് ഫ്രൈഡ് റൈസ് വെക്കും. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പിന്നെ നമ്മുടെ അച്ചാറെന്ന് പറയുന്ന ഉള്ളി അച്ചാർ സവാള ഉണ്ടാക്കിയ അച്ചാറൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഫുഡ് അമ്മ ഉണ്ടാക്കി തരും. അപ്പം ഞങ്ങൾ കൂടെ വന്ന് സഹായിച്ചാൽ മതി. കൂടെ സഹായിക്കാന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഈ അടുക്കളയിൽ ഒറ്റയ്ക്ക് ഇത്രയും പേർക്ക് ഉണ്ടാക്കണ്ടേ. അപ്പം ഞങ്ങളത് അരിയാനും പറക്കാനും പാത്രം കഴുകാനും അമ്മയുടെ കൂടെ വേവിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ പിന്നെ ഉള്ളിയൊക്കെ ഇളകി കൊടുക്കണം. അപ്പോൾ അമ്മയുടെ കൂടെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കും. അപ്പോൾ അമ്മയ്ക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഒരു മണിക്കകത്ത് ജോലി തീരും. അതിനുശേഷം എല്ലാവരും വന്നു തുടങ്ങും. പിന്നെ ഒരു മേളമാണ്. പിന്നെ അത് മാത്രമല്ല വീട്ടിലെ അച്ഛൻ നല്ല സഹായം കേട്ടോ അമ്മയ്ക്ക്. കാരണം അച്ഛൻ ഇങ്ങനെ വെളിയിൽ അടുപ്പത്തിട്ട് എല്ലാം റെഡിയാക്കി കുറേ കൊടുത്താൽ അച്ഛൻ കുറേ റെഡിയാക്കി തരും. ഇപ്പോൾ ചോറൊക്കെ അച്ഛനെ ഒഴിച്ച് തന്നെ പിന്നെ കറിയൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്താൽ അത് വേവുന്നവരെ അതിൻ്റെ ചൂട്ടിലിരുന്ന് തീയരിക്കും. നല്ല സഹായമാണ്. അപ്പം വീട്ടിലാരും പറഞ്ഞിട്ടുണ്ട് നേരത്തെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് ഒറ്റയ്ക്കാണെന്നൊരു ടെൻഷനില്ല. കാരണം അമ്മ എന്ത് ഹെൽപ്പിനും അച്ഛനുണ്ട്, എന്ത് ആപത്തിലും അച്ഛനുണ്ട്. അച്ഛൻ നല്ല സഹായമായിരിക്കുന്ന ഇളക്കുന്ന ആളാണ് അച്ഛൻ. അപ്പം ഞങ്ങൾ നല്ല ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണോന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അതെല്ലാം നല്ല അടുപ്പിലിട്ട് വേവിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ ഇവിടെ ബീഫൊന്നും ഇവിടെ അമ്മയ്ക്ക് അലർജി, അതുകൊണ്ട് ബീഫൊക്കെ എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അമ്മയ്ക്ക് അലർജി ആയതുകൊണ്ട് ഞങ്ങൾ മേടിക്കാറില്ല. പിന്നെ ഇതിനകത്തുള്ള ഫ്രൈഡ് റൈസൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കേട്ടോ. നല്ല നെയ്യൊക്കെ ഒഴിച്ച് പിന്നെ നമ്മുടെ ബീൻസും ക്യാരറ്റും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് ഒക്കെ വെച്ചപ്പോഴേക്കും ഇതാണ് ഞങ്ങൾ കുഞ്ഞമ്മ. അപ്പോഴേക്കും കുഞ്ഞമ്മ +2 അധ്യാപിക കേട്ടോ. +2 ഹിന്ദി പഠിപ്പിക്കുക. അപ്പോൾ കുഞ്ഞമ്മയും കുഞ്ഞുമോളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്ന് എല്ലാവരും കൂടെ നല്ല മേളമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ പിള്ളേരുടെ കൂട്ടുകാരും എല്ലാവരും വന്ന് പിന്നെ വൈനും കേക്കും മൊത്തത്തിൽ മേളമാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും മൊത്തത്തിൽ മേളമായിരുന്നു. അതിനുശേഷം വൈകിട്ട് നമ്മുടെ കൊട്ടിയത്ത് ഡ്രീം മാൾ എന്ന് പറഞ്ഞ ഒരു വന്നു. അപ്പോൾ ഒരു മാള് വന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റൂടെ തുടങ്ങി. അപ്പോൾ പോയൊന്ന് കാണാനെന്ന് വിചാരിച്ച് വൈകിട്ട് എല്ലാവരും കൂടെ പോയി കേട്ടോ. പോയി അതിൻ്റെ വിശേഷം ഞാൻ പറയുന്നുണ്ട്. അമ്മാതിരി തിരക്കെന്ന് വെച്ചാൽ അമ്മാതിരി തിരക്ക്. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയി നമുക്ക് പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും കൈ നിറച്ച് മേടിച്ചുകൊണ്ട് വരാൻ. ബില്ലടിക്കുന്നിടത്തൊന്നും വലിയ താമസവും കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടംപോലെ സ്റ്റാഫുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് കണ്ട് രാത്രി 8:30 ആഘോഷങ്ങളൊക്കെ തീർന്ന്. അപ്പോൾ ഇന്നലെ രാവിലെ തൊട്ടേ നമുക്ക് ക്രിസ്മസൊക്കെ ആകുമ്പോൾ ഭയങ്കര ജോലിയും കാര്യങ്ങളാണ്. പക്ഷേ നമുക്കതൊക്കെ ചെയ്യാൻ ഒരു സന്തോഷമല്ലേ. കാരണം എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരുന്ന് എല്ലാവരും കൂടി വേവിച്ചും കുടിച്ചും ബഹളം തന്നെയായിരുന്നു. ബഹളം നിൽക്കുന്നത് കഴിക്കുന്ന ഞാൻ മിന്നു. പിന്നെ ചിക്കൻ കറി ലാസ്റ്റ് എല്ലാം കൂടെ പറക്കിയെടുത്ത് അകത്ത് വെച്ച് വിളമ്പിയൊക്കെ വെക്കണ്ടേ. പിന്നെ കുറച്ച് വരാത്ത കുറേ ടീംസുണ്ട്. ആരെന്നൊക്കെ പറയാം. എൻ്റെ ഇളയ കുഞ്ഞമ്മമാർ 2 പേരും വന്നില്ല. അവരെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞമ്മയെന്ന് പറയുമ്പം അങ്ങ് പുയപ്പള്ളിയിൽ ഒരാൾ വെളിയത്തുള്ളതാണ്. അപ്പോൾ വെളിയത്ത് കുഞ്ഞമ്മയെന്ന് പറഞ്ഞാൽ ബേക്കറി. അപ്പോൾ കുഞ്ഞമ്മയ്ക്ക് ഇറങ്ങാൻ ഒക്കത്തില്ല. ക്രിസ്മസ് ആകുമ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും. പിന്നെ മറ്റു കുഞ്ഞമ്മ വന്നില്ല. പകരം മോനെ പറഞ്ഞു വിട്ട് ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. അതൊക്കെ ഒരു ഹോം ടൂറൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെൻ്റെ സ്വന്തം അനിയത്തി ആയിരിക്കുന്ന അച്ഛൻ പിന്നെ എല്ലാവരും കൂടി TV ആണെങ്കിലും ബഹളവും അതൊക്കെ കുഞ്ഞമ്മയുടെ മക്കളാണ്. അത് 2 എൻ്റെ പുത്രിമാർ. പിന്നെ ഇതാണ് ഞങ്ങളുടെ അടുക്കള. ഇത് ഞങ്ങളുടെ ബാക്ക് വശം. പിന്നെ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. കടലിൻ്റെയും കായലിൻ്റെയും നടുക്ക സ്ഥലത്താണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. അപ്പം ബാക്കിൽ കടലും ഫ്രണ്ടിൽ കായലും അതിൻ്റെ നടുക്കിലുള്ള കുറച്ച് ഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പം താന്നി ബീച്ചൊക്കെ കേട്ടിട്ടില്ല. അതൊക്കെ ഫേമസാണ്. ഇപ്പം താന്നി ബീച്ചിലൊക്കെ ഇഷ്ടംപോലെ ആളുകളാണ് വരുന്നത്. ഇപ്പം വീട്ടിൽ നിന്ന് കടൽ കാണാം കേട്ടോ. കടൽ ബാക്കിൽ നിന്ന് വീട്ടിൽ തൊട്ട് ബാക്കിൽ കടൽ തന്നെയാണ്. വീട്ടിൽ നിന്ന് കാണാം.
അതൊക്കെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പം കഴിഞ്ഞ വർഷമല്ലേ സുനാമി വന്നു, കഴിഞ്ഞ വർഷമല്ല ഡിസംബർ 26 സുനാമി വന്നത്. അപ്പം സുനാമി വരുമ്പം ഒരു പേടിയാണ്, അങ്ങനെ ഒരു പേടി മാത്രമേ ഉള്ളൂ. ഇപ്പം മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. കടലടിക്കുന്നതൊക്കെ പുറത്തുനിന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ്. കാരണം നമ്മൾ വീട്ടിനകത്ത് കയറുമ്പം, നമ്മളിവിടെ താമസിക്കാത്തവരുണ്ടല്ലേ, വീട്ടിനകത്തോട്ട് കയറുമ്പം ബാക്കിൽ ഈ കടലിൻ്റെ സൗണ്ട് നമ്മൾ ഈ കേട്ട് ശീലമാണ്, നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അവർ ഈ കടലിൻ്റെ ഇടയ്ക്ക് എങ്ങനെ കിടക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല, നമ്മളിതുവരെയും കടലമ്മ ചതിച്ചിട്ടില്ല. പിന്നെ തൊട്ട് ഫ്രണ്ടിൽ കായലെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പം കായൽ. അപ്പം വീട്ടിൻ്റെ അടുത്ത് കടലും കായലിനെ നടുക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ ഒരു സൂടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ക്രിസ്മസ് വിശേഷങ്ങൾ. ഓക്കേ.